പാഠം 1 കൃഷി പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി പത്തനംതിട്ട ജില്ല കൃഷി വിജ്ഞാന കേന്ദ്രം മൃഗസംരക്ഷണ വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർ സെൻസി മാത്യു. ഈ ചർച്ചയിലേക്ക് സ്വാഗതം. മാഡം, മൃഗസംരക്ഷണത്തിൽ ഈ കർഷകർക്ക് കൃഷി വിജ്ഞാന കേന്ദ്രം നൽകുന്ന സാങ്കേതിക പിന്തുണ ഏത് തരത്തിലാണ്? പത്തനംതിട്ട ജില്ലയിലെ കർഷകർക്ക് അതാത് സമയത്ത് ആവശ്യമുള്ള സാങ്കേതിക വിദ്യയാണ് കൃഷി വിജ്ഞാന കേന്ദ്രം നൽകി വരുന്നത്. ഇപ്പം ഞങ്ങളുടെ ഒരു വർക്കിംഗ് രീതി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കർഷകരിലേക്ക് ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് ചെന്ന് അവിടുത്തെ കർഷകരെ എല്ലാവരെയും കൂട്ടി അവിടുത്തെ പ്രശ്നങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ പരിഹാരം നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടംപോലെ റിസർച്ച് സ്റ്റേഷൻസ് ഇന്ത്യ ഒട്ടാകെ ഉണ്ട്. ഈ റിസർച്ച് സ്റ്റേഷനുകളിൽ പല രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഈ ഉരുത്തിരിഞ്ഞു വരുന്ന സാങ്കേതിക വിദ്യകൾ എങ്ങനെ നമ്മൾ കർഷകരുടെ ഈ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. അത് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? ഇപ്പം ഒരു മേഖല നമുക്കെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ കോഴി വളർത്തൽ മേഖലയിൽ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. കോഴി വളർത്തൽ മേഖലയിൽ 2006 ഞങ്ങൾ നടത്തിയ ഒരു സർവേ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായത്, കേരളത്തിൽ തന്നെ കർഷകർ വളർത്തിക്കൊണ്ടിരിക്കുന്ന കോഴികൾ എന്ന് പറയുന്നത് നാടൻ ഇനം കോഴികളായിരുന്നു. അന്നേരം നാടൻ ഇനം കോഴികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുട്ടയുൽപാദനം കുറവാണ്, എന്നാൽ നല്ല പ്രതിരോധശേഷിയൊക്കെ ഉള്ള ഇനമാണ് വളർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ മുട്ടയുൽപാദനം ഒരു വളരെ കുറവായിട്ടുള്ളൊരു ഇനമാണ്. അന്നേരം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രം കർഷകരിലേക്ക് മുന്തിയ ഇനം മുട്ടക്കോഴികളെ എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം തുടങ്ങി. അങ്ങനെ ഇപ്പം നിലവിൽ നല്ല രീതിയിൽ മുട്ടയുൽപാദനം ഉള്ള ഇനങ്ങളാണ് ഇപ്പം കർഷകർ വളർത്തി വരുന്നത്. ഇപ്പം ഒരു വർഷം 300ഓളം മുട്ടയൊക്കെ കിട്ടുന്ന ഇനങ്ങൾ കർഷകർ വളർത്തി വരുന്നുണ്ട്. ഇപ്പോൾ കോഴി വളർത്തലിനെ കുറിച്ച് ഉള്ള സാങ്കേതിക വൈവിധ്യത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ ക്ഷീരമേഖലയിൽ, കാര്യം നമുക്ക് വളരെ ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണല്ലോ പാലെന്ന് പറഞ്ഞത്. അപ്പോൾ ക്ഷീരമേഖലയിൽ എന്തൊക്കെ ഇടപെടലുകളാണ് KVK നടത്തിയിട്ടുള്ളത്? ക്ഷീരമേഖലയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പർ കുട്ടനാട് ഏരിയയിലാണ്. പത്തനംതിട്ട ജില്ലയുടെ അപ്പർ കുട്ടനാട് ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ളൊരു ഏരിയയാണ്. വർഷത്തിലൊരു 4 പ്രാവശ്യയിലും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. ആ ഒരു സമയത്ത് ക്ഷീര മേഖലയിലുള്ള കർഷകർ അവിടെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അന്നേരം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പശുവിനെ വളർത്തുന്ന കർഷകർക്ക് ഒരു കൈത്താങ്ങായിട്ട് നമുക്ക് തീറ്റയിലുള്ള വ്യത്യാസങ്ങൾ, അവർ പുതിയ രീതിയിലുള്ള തീറ്റ, ഇപ്പം ടോട്ടൽ മിക്സ്ഡ് റേഷൻ എന്ന് പറയുന്നൊരു തീറ്റയുണ്ട്, TMR എന്നൊക്കെ പറയും നമ്മൾ. അന്നേരം ഈ TMR എന്ന് പറയുന്ന തീറ്റ അത് ഡ്രൈ ആയിട്ടുള്ള തീറ്റയാണ്. പശുവിന് ആവശ്യമുള്ള എല്ലാ കാര്യവും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അന്നേരം ഇത് ഒരു ഡെൻസിഫൈഡ് ബ്ലോക്ക്, അതായത് ഒരു ബ്ലോക്കായിട്ടാണ്. അന്നേരം ഒരു ബ്ലോക്ക് രൂപത്തിൽ അത് പാക്ക് ചെയ്ത് വെക്കാവുന്ന ഒരു സൗകര്യമുള്ളതാണ്. കേടായി പോകത്തില്ല, കുറച്ച് നാളത്തേക്കിന് അത് ഇരിക്കും. അന്നേരം അങ്ങനെയുള്ള തീറ്റ ഒക്കെ നമുക്ക് കർഷകരിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് പോപ്പുലറൈസ് ചെയ്തു. പ്രത്യേകിച്ച് 2018 വെള്ളപ്പൊക്കത്തിൻ്റെ ആ ഒരു സമയത്തൊക്കെ അതിന് ശേഷം വന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു തീറ്റയെ സംബന്ധിച്ചോളം. അന്നേരം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ രീതിയിലുള്ള തീറ്റകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അന്നേരം പ്രത്യേകിച്ച് ഈ വെള്ളപ്പൊക്കമുള്ള സമയത്ത് പുല്ല് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പുൽത്തീറ്റ മൊത്തം ഒഴുകി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലും ഈ രീതിയിലുള്ള തീറ്റ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാഡം ഇവിടെ സൂചിപ്പിച്ചത് ഈ ധാന്യം പൊടിയുടെ മിക്സ് ആണല്ലോ ഈ TMR എന്ന് പറയുന്നത്. അതെ, അത് ശരിയാണ്, നമുക്ക് ഒരുപാട് ഗുണകരമായ ഒരു ആഹാരം തന്നെയാണ്. പക്ഷെ ഇവിടെ അതല്ലാതെ
നമ്മുടെ കേരളത്തിൻ്റെ ഒരു പാരിസ്ഥിതിക അല്ലെ ഇവിടുത്തെ ഒരു എക്കോ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് ഇവിടുത്തെ ഒരു ടോപ്പിക്കൽ കണ്ടീഷനിൽ നമുക്ക് ഈ ധാന്യങ്ങളൊന്നും ഇവിടെ ലഭ്യതയില്ല. അപ്പം നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ വിവിധ തരം ഫോഡറുകൾ, അത് ഏത് തരത്തിലാണ് കർഷകർക്കിലേക്ക് എത്തിക്കുന്നത്, അല്ലെ ഏത് ഫോഡറാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. പശു വളർത്തൽ ഏറ്റവും ഒരു വളരെ 90% ഫോക്കസും ഫോഡറിലായിരിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വിലയൊക്കെ ഭയങ്കരമായിട്ടും കൂടിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഫോക്കസ് ഫോഡറിൽ തന്നെ ആയിരിക്കണം എന്നതാണ് നല്ലത്. അന്നേരം ഫോഡർ പല ടൈപ്പിലുള്ള ഫോഡേഴ്സ് ഉണ്ട്. ഇപ്പം തന്നെ നമുക്കുള്ള ഒരു പോപ്പുലറായിട്ടുള്ള ഫോഡേഴ്സ് എന്ന് പറഞ്ഞാൽ CO3 പണ്ട് കാലത്തുണ്ടായിരുന്നു, CO3, CO4, CO5, പിന്നെ ഇപ്പം സൂപ്പർ നെപ്പിയർ. ഇതെല്ലാം ഹൈബ്രിഡ് നെപ്പിയേഴ്സാണ്. നെപ്പിയറിൻ്റെ തന്നെ സങ്കര ഇനങ്ങളാണ് ഇതെല്ലാം നല്ല ഇനങ്ങളാണ്. നമുക്ക് കർഷകർക്ക് വെച്ച് പിടിപ്പിച്ച് വളർത്തിയെടുക്കാവുന്ന നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഫോഡേഴ്സാണ്. അന്നേരം ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒന്നിയിൽ നമുക്ക് നല്ല ഏരിയ ഉണ്ടെങ്കിൽ, നല്ലൊരു 1-2 ഏക്കർ കൃഷി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ല, ഈവൻ ആലി പ്ലാന്റിംഗ് എന്ന് പറയും, അതായത് ബണ്ടുകളിൽ മാത്രം നമുക്ക് വേണമെങ്കിൽ പ്ലാന്റ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. പിന്നാണെങ്കിലും ഒരു പശുവിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 10 സെൻറ്റേലും നമ്മൾ ഫോഡർ കൃഷി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുമാത്രമല്ല, നമ്മളുടെ കാലാവസ്ഥയിൽ നല്ല വെയിലുള്ള സമയങ്ങളിൽ, ഒരു വേനൽ കാലം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ സമയത്തൊക്കെ ആണെങ്കിൽ ചോളം പോലും നമുക്ക് നല്ലപോലെ കൃഷി ചെയ്യാവുന്നതാണ്. ഇവിടെ ചോളമൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് പശുക്കൾക്ക് കൊടുക്കാവുന്നതുമാണ്. ഇപ്പം ഈയിടയ്ക്ക് നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രം ചെയ്ത ഒരു ടെക്നോളജി എന്ന് പറയുന്നത്, ബേബി കോൺ സ്റ്റേജിൽ കോണിനെ അരിഞ്ഞ് സൈലേജാക്കി പാക്ക് ചെയ്ത് കിട്ടാറുണ്ട്. അത് കർഷകരുടെ ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി 2 വർഷം മുമ്പേ. അന്നേരം അതിന് വളരെ, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ തീറ്റപ്പുല്ല് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇങ്ങനെയുള്ള തീറ്റകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ പാലുൽപാദനത്തിൽ കുറവ് വരാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ഫോഡർ ശരിക്കും നമ്മുടെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. അതെ. അപ്പോൾ ക്ഷീര കർഷകർ, ഏറ്റവും മാഡം സൂചിപ്പിച്ചു, ഇവിടെ ക്ഷീര കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ വിലയാണ്. ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കാലിത്തീറ്റകളുടെ വില, അത് തീർച്ചയായും ക്ഷീര കർഷകരെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോഡർ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഈ ഫോഡറിനെ ഒരു സൈലേജ് ആക്കി. അപ്പോൾ ആ സൈലേജിന് വേണ്ടിയിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ക്ഷീര കർഷകർക്ക് എന്ത് സപ്പോർട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്? 2019 നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സൈലേജ് പോപ്പുലറൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്നേരം അത് ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ പുല്ലുള്ള സമയങ്ങളിൽ നമ്മൾ പുല്ല് അരിഞ്ഞ് ചാഫ് കട്ടർ ഉപയോഗിച്ച് പുല്ലരിയുക. അരിഞ്ഞതിന് ശേഷം ആ അരിഞ്ഞ പുല്ല് നമുക്ക് സൈലേജാക്കി മാറ്റാനായിട്ടുള്ള ഒരു, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പൂപ്പൽബാധ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഹ്യൂമിഡായിട്ടുള്ളൊരു കണ്ടീഷൻ അതിൻ്റെ പേരിൽ ഇതിൻ്റെ അകത്ത് പൂപ്പൽബാധ വരാനുള്ള സാധ്യത കൂടുതലതിൻ്റെ പേരിലാണ് പല ആൾക്കാരും ഇതൊന്ന് പുറകോട്ട് വലിയുന്നത്. എന്നാൽ പുതിയ രീതിയിൽ ഇപ്പം സൈലേജ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും എയർ കയറാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കിപ്പം നിലവിലുണ്ട്. അതുപോലെ തന്നെ അതിൽ തന്നെ ഒരു 4% യൂറിയ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. എന്നാലും ഈ 4% യൂറിയ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പൂപ്പൽ വിഷബാധ വരാനായിട്ടുള്ള സാധ്യത വളരെ കുറയുകയാണ് അങ്ങനെ. എന്നാൽ പശുവിന് ഈ യൂറിയ കാരണം പ്രശ്നം ഉണ്ടാകത്തുമില്ല. അന്നേരം അങ്ങനെയുള്ളൊരു പോസിറ്റീവ് സൈഡ് ഉള്ളതിൻ്റെ പേരിൽ തന്നെ സൈലേജ് ടെക്നോളജി നമുക്ക് നല്ല രീതിയിൽ പോപ്പുലറൈസ് ചെയ്യാവുന്ന ഒരു ടെക്നോളജിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് സൈലേജ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് കച്ചിയും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി നമുക്ക് ഉണ്ട്. പണ്ടത്തെ ഒരു ടെക്നോളജിയാണ്, പണ്ട് കാലം തൊട്ടേ ഉള്ള ടെക്നോളജി, പക്ഷെ നമ്മുടെ നാട്ടിലാരും അത് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഓക്കെ. അതുപോലെ തന്നെ മാഡം, ഇപ്പം ഈ പശുക്കളിൽ അപ്പം വളരെ ധാരാളമായിട്ട് ഇവിടുത്തെ ക്ഷീര കർഷകരുടെ ഇടയിൽ ഈ രോഗബാധ, വളരെ പലതരം രോഗങ്ങൾ, ഓരോ വർഷവും പുതിയ രോഗങ്ങൾ ഇങ്ങനെ കടന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുളമ്പ് രോഗം എന്ന് പറയുന്ന ഒരു സാധാരണ
രോഗമായി, ഫ്ലൂ ഉണ്ട്, ഇപ്പോൾ ഏതാണ്ട് ഒരു ചർമ്മമുഴ. അപ്പം ഇതിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് KVKയുടെ ഭാഗത്തുനിന്ന് എന്ത് സപ്പോർട്ടാണ് ക്ഷീര കർഷകർക്ക് കൊടുക്കുന്നത്? ഈ ചർമ്മമുഴ രോഗം എന്ന് പറയുന്ന രോഗം അത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈറൽ രോഗമാണ്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്സിനേഷൻ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തെ പോംവഴി അത് മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ അസുഖത്തിന് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ബാക്കി പശുക്കളിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നിൽ അതിൻ്റെ വാഹകരെ നമുക്ക് തടയാനായിട്ടൊക്കെ ഒരു പരിധി വരെ, നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ വാഹകരെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൊതുകായേക്കാം, ഈച്ചയായേക്കാം, അല്ലെങ്കിൽ ചെള്ളുകളായേക്കാം. ഇതൊക്കെ ഇതിൻ്റെ വാഹകരായിട്ട് നമുക്ക് വരും. ഈവൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പോലും ശരിയല്ലെങ്കിൽ അതുവഴിയും പടരാം. എന്നാൽ നമുക്ക് ഇതൊക്കെ നമുക്ക് കുറയ്ക്കുകയാണെങ്കിൽ, ഇപ്പം ചെള്ള് കുറയ്ക്കാം, ഈച്ച കുറയ്ക്കാം, കൊതുക് കുറയ്ക്കാനായിട്ടുള്ള നമ്മൾ സാങ്കേതിക വിദ്യകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അസുഖത്തിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ സാങ്കേതിക വിദ്യയാണ് ഈ മേഖലയിൽ നമ്മുടെ ക്ഷീര കർഷകർക്ക് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങി നോക്കുകയാണെങ്കിൽ വളരെ ഒരു 80% പശുക്കളിലും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് തൈലേറിയോസിസ്, അനോപ്ലാസ്മോസിസ്, ബബേഷ്യോസിസ് എന്നൊക്കെ പറയുന്നത്. ഈ അസുഖങ്ങളെല്ലാം ഈ പേര് കാരണം നമുക്കൊരു വല്ലാത്തൊരു പേരാണെങ്കിൽ പോലും ഇത് സത്യം പറഞ്ഞാൽ ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ബ്ലഡ് പാരസൈറ്റ്, രക്തപരാതങ്ങൾ കാരണമുണ്ടാകുന്ന ഒരു അസുഖമാണ്. തുടക്കത്തിൽ വെറും പനിയായിട്ട് തോന്നിക്കും നമുക്ക്. പയ്യെ തീറ്റ എടുക്കാനൊരു മടുപ്പ് വരും. അതിനുശേഷം തളർച്ചയിലേക്ക് പോവുകയാണ് സാധാരണ കാണാറുള്ളത്. അന്നേരം ഇങ്ങനെയുള്ള അസുഖങ്ങൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ അത്രയും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പം ഒരു ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 80% പശുക്കളിലും ഈ അസുഖങ്ങൾ കാണാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു അസുഖം വന്നാൽ ഒരു ഇഞ്ചക്ഷൻ്റെ വില 1500 രൂപയാണ്. നേരം കർഷകർക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാട്ടിൽ മുകളിലോട്ട് പോകും ചിലവ്. നേരം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ അസുഖം വരാതിരിക്കാനായിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രം പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എത്രയും നമുക്ക് ഈ ബാഹരി പരാതങ്ങളെ അല്ലെങ്കിൽ എക്ടോ പാരസൈറ്റിനെ നമുക്ക് ഒഴിവാക്കാമോ, നമ്മുടെ കൂടുകൾ എത്രയും വൃത്തിക്ക് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കുമോ അത്രയും നമുക്ക് അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ചെള്ള് വരാതിരിക്കാൻ വേണ്ടി പല രീതിയിലുള്ള മരുന്നുകൾ ഇപ്പം മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ്. കുളിപ്പിക്കാനായിട്ട് നമുക്ക് മരുന്നുകൾ ലഭ്യമാണ്. അതിനേക്കാട്ടിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉള്ള പോറോൺ എന്ന് പറയുന്ന ടൈപ്പ് മരുന്നുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് പശുവിൻ്റെ നെറ്റി തൊട്ട് വാലിൻ്റെ അറ്റം വരെ നേരിട്ട് സ്പൈൻ അല്ലെങ്കിൽ മുതുകിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. 15 ദിവസത്തിൽ ഒരു പ്രാവശ്യം വരച്ചാൽ മതി. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ചെള്ളിൻ്റെ ഒരു പോപ്പുലേഷനെ നമുക്ക് ഭയങ്കരമായിട്ടും കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ ചെള്ളിൻ്റെ പോപ്പുലേഷനെ കുറയ്ക്കുമ്പോൾ 2 ഗുണമാണുള്ളത്. പശുവിൻ്റെ പാലിൻ്റെ ഉൽപ്പാദനത്തിനെ ബാധിക്കാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുമാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അസുഖങ്ങളെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അന്നേരം കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇപ്പം കൃഷി വിജ്ഞാന കേന്ദ്രം കർഷകരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണിതൊക്കെ. പോറോൺ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ചെള്ളിനെയൊക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകൾ, പോറോണ്, അതുപോലെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ പേരുകളുണ്ട്, അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു ടെക്നോളജി നമുക്ക് നിലവിലിപ്പം ഉണ്ട്. മാഡം, ഈ ക്ഷീര മേഖലയിൽ ഈ അഡ്വാൻസ് ടെക്നോളജി എന്തോ ഒരു പുതിയൊരു ടെക്നോളജി അടുത്തിടെ പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്താണ്? അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് ഏത് തരത്തിലാണ് ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുന്നത്? ക്ഷീര കർഷകരെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പശുക്കളിൽ, അവർ വളർത്തുന്ന പശുക്കളിൽ എന്തെങ്കിലും രോഗം ഉണ്ടാകുമ്പോഴാണ്. അന്നേരം ഒന്നിൽ എന്തെങ്കിലും രോഗം ഉണ്ടാകുക, അല്ലെങ്കിൽ അതിൻ്റെ മതി കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലൊക്കെ പശു വളർത്തലിൽ വളരെ നഷ്ടം ഉണ്ടാകാറുണ്ട്. അതിനുവേണ്ടിയാണ് കൃഷി വിജ്ഞാന കേന്ദ്രം ഒരു പുതിയ ടെക്നോളജി നമ്മൾ ഒരു പോപ്പുലറൈസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടെക്നോളജിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പം പശുക്കളിൽ എന്തെങ്കിലും ഒരു രോഗമുണ്ട്,
ആ രോഗം മനുഷ്യരുടെ കണ്ണിൽപ്പെടുന്ന ഒരു സിംറ്റംസ് വരുന്നതിൻ്റെയൊക്കെ മുമ്പേ തന്നെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസം ഈ മൃഗത്തിൻ്റെ ദേഹത്തുണ്ടായാൽ അത് നമ്മളുടെ മൊബൈലിലേക്ക് എങ്ങനെ നേരിട്ട് വരുത്താനായിട്ട് സാധിക്കും. അതാണ് ഒരു ടെക്നോളജി. അതിൻ്റെ അകത്ത് പശുവിൻ്റെ ചെവിയിൽ നമ്മളൊരു ചിപ്പ് ഘടിപ്പിക്കുകയാണ്. അന്നേരം ആ ചിപ്പ് വഴി പശുവിൻ്റെ എല്ലാ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ്, അത് എത്രത്തോളം കഴിക്കുന്നുണ്ട്, എത്ര ഇരിക്കുന്നുണ്ട്, എത്ര നേരം നടക്കുന്നുണ്ട്, എത്ര നേരം നിൽക്കുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള മൂവ്മെൻറ്റ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ മൊബൈലിൽ കിട്ടും. അതുമാത്രമല്ല, ഇതിനിപ്പം എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ട്. ഇപ്പം നമുക്കറിയാം, നമുക്കൊരു അസുഖം വരുമ്പോൾ പലപ്പോഴും പനിയാണ് അതിൻ്റെ ഒരു തുടക്കം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അന്നേരം പശുക്കളിലും അങ്ങനെ ഒരു പനിയുടെ ഒരു സൂചന നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആ പശുവിനെ നമുക്ക് ശ്രദ്ധിക്കാനും അതിന് കുറച്ചുകൂടെ കെയർ കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അന്നേരം അങ്ങനെയുള്ള ഒരു ചിപ്പാണ് ചെവിയിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ടെക്നോളജിയിൽ. ഈ ചിപ്പ് വഴി മൃഗത്തിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും ടെമ്പറേച്ചറും ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് അനലൈസ് ചെയ്തിട്ട് അത് അസുഖമാണെങ്കിൽ ഉടനെ നമ്മൾ ആവശ്യത്തിനുള്ള കെയർ കൊടുക്കുക. അല്ല, അതിന് മതിലക്ഷണമാണ് കാണിക്കുന്നതെങ്കിൽ അതിനാവശ്യത്തിനുള്ള ഇൻസിമിനേഷനുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ഇതാണ് ആ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ മേഖലയിൽ വലിയൊരു വിപ്ലവം തന്നെയായിരിക്കും ഈ ഒരു പ്രോജക്റ്റ് എന്നത്. കാര്യം അതായത് പശുക്കൾ ഹീറ്റായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് കർഷകൻ അത് അറിയിക്കുക. ഈ റീസെൻ്റ്ലി ഇസ്രായേലിൽ പോയ ടീം കണ്ട ഒരു വലിയൊരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ അവിടെ പശുക്കളെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പശുക്കളുടെ കാലയിലാണ് ഒരു സാധനം ഘടിപ്പിച്ചിരിക്കുക. ഈ കാലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ മെഷീനിൽ കൂടെ പശുവിൻ്റെ എല്ലാ ചലനങ്ങളും ഓണറിൻ്റെ കയ്യിലെത്തുക. അന്നേരം നമ്മളിപ്പം യൂസ് ചെയ്യുന്നൊരു ടെക്നോളജിയും അതുപോലത്തെ തന്നെയാണ്. ഇത് നമ്മൾ ചെവിയിൽ ഘടിപ്പിക്കുന്നു, അവരവിടെ കാലയിൽ ഘടിപ്പിച്ചു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതൊരു പെഡോമീറ്ററാണ്. ഇത് ചെവിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ചിപ്പാണ് എന്നുള്ളതാണ് വ്യത്യാസം.